എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഈ 35 വയസ്സിന് ഇല്ലെങ്കിൽ 30-35 വയസ്സായിട്ട് വിവാഹം നടക്കാത്ത ഒത്തിരി ഇടയിലെ നമ്മുടെ അമ്മമാർ മക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. 30 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല, 35 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ല. പല പല കാര്യങ്ങൾ ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിവാഹത്തെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലെ കുറേ ആൾക്കാരുടെയൊക്കെ നടന്നിട്ടുണ്ട് തന്നെ. ഇനിയും എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ കൂടുതലായിട്ട് നടക്കാനും ഉണ്ട്. ഇവിടെ മിക്കതും സംഭവിക്കുന്നത് വഴിപാടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് വിവാഹമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വഴിപാട് നവഗ്രഹ അർച്ചന തന്നെയാണ്. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ സ്വയംവര മന്ത്ര അർച്ചന ഒക്കെ ചെയ്താൽ നമുക്കത് ചിലപ്പോൾ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മുടെ പൈസ പോകത്തേ ഉള്ളൂ. മിക്ക ആൾക്കാർക്ക് ഒത്തിരി വിവാഹങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വരുന്ന വിവാഹങ്ങളൊക്കെ മാറി മാറി പോകണം, ഉറച്ച് കിട്ടുന്നില്ല. ഒന്നെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കും. ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ 100-ൽ ഒരു 100% തന്നെ വിവാഹം മുടക്കുന്ന ജ്യോത്സ്യന്മാർ തന്നെയാണ്. കാരണം പരസ്പരം ഇഷ്ടപ്പെട്ട പെണ്ണും ചെറുക്കനും ആയിരിക്കും. ജോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജോത്സ്യം പറയും ഇത് 8 പൊരുത്തമുള്ളൂ, ഇത് ചേരത്തില്ലെങ്കിൽ 5 പൊരുത്തമുള്ളൂ എന്ന് പറയും. ഇത് ഇങ്ങനെ പറയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൂടുതൽ പേടി തട്ടും. അയ്യോ എന്നാൽ ഇത് വേണ്ട, അടുത്ത ആലോചന നോക്കാം. പക്ഷെ അത് എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ആലോചന ആയിരിക്കും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വിവാഹം നടത്താൻ. പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിവാഹം നടക്കണം. ആ ഒരു വിവാഹം ജ്യോതിഷത്തിൻ്റെ പേരിലോ നോക്കാൻ പോകുന്ന തിരുമേനിമാരുടെ പേരിലോ നല്ല ബന്ധങ്ങൾ മാറ്റിക്കളയരുത്. ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിനുള്ള പരിഹാരം എന്താണ് തിരുമേനി, അത് ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയാണെന്ന് നമ്മളും കൂടെ ഒന്ന് ചോദിക്കണം. കഴിഞ്ഞിടയ്ക്ക് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മകന് ആ കുട്ടിയെ അവർക്ക് രണ്ടുപേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജോത്സ്യൻ്റെ അടുത്ത് നിന്നപ്പോൾ ജോത്സ്യം പറഞ്ഞ് ഇത് 5 പൊരുത്തമുള്ളൂ, ഇത് ചേർന്നാൽ ഭയങ്കരമായിട്ട് ദോഷങ്ങളുണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ ജ്യോത്സ്യൻ പറയുന്നില്ല ഇത് പരിഹാരമുണ്ട്, നല്ല ബന്ധമാണ്, ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്ന കല്യാണമാണ്, അതങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഏതൊരു ദോഷമുള്ള ഒരു വിവാഹമാണെങ്കിലും ചൊവ്വാദോഷമാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. പണ്ട് അമൃത ടി വിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്ന കഥയല്ല ജീവിതം. ഈ കഥയല്ല ജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിട്ട് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. സിനിമ ആർട്ടിസ്റ്റ് ബിദുബാലയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ 100-ലും അറേഞ്ച് മാരേജ് ചെയ്ത ആൾക്കാരാണ് വരുന്നത്. അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയൂല. അപ്പം ഈ 10-ൽ 10 പൊരുത്തം ഉണ്ടായിട്ടാണ് പിരിഞ്ഞു പോകുന്നില്ലേ? ബാക്കിയൊക്കെ എന്താണ്? അത് നമ്മൾ ആദ്യമേ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നവരൊക്കെ പരസ്പരം ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. ദോഷത്തിൻ്റെ പേരിൽ ഒരാലോചനയെ നീണ്ടു പോകരുത്, ഒരാലോചനയെ മുടങ്ങരുത്. ദോഷമുണ്ടെന്ന് പറയുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് കല്യാണം നടത്താം. യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതുവരെ വിവാഹ ആലോചനകൾ വരുന്നുണ്ട്. ഉറയ്ക്കാത്തവർക്കായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മുക്കുറ്റി എന്ന് പറഞ്ഞ ഒരു ചെടി കിട്ടും. നമ്മുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലൊക്കെ നിൽക്കാറുണ്ട്. മുക്കുറ്റി ഔഷധം കൂടെയാണ്. അപ്പോൾ ഈ മുക്കുറ്റി ചെടി പറിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അർച്ചന ചെയ്തു തരാൻ പറയണം. അതായത് വിവാഹ തടസ്സമാണ്. അപ്പം വിവാഹ തടസ്സം മാറാനുള്ള മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പ്രത്യേകം അവിടെ നിൽക്കുന്ന ശാന്തിക്കാരനെന്ന് പറയണം. 108 മുക്കുറ്റി കിട്ടുവാണെങ്കിൽ വളരെ അധികം ഉത്തമമായിരിക്കും. ഇത് മുക്കുറ്റി തന്നെ വേണം. മുക്കുറ്റി അല്ലാതെ ചില ആൾക്കാർ ചോദിക്കുകയോ മുക്കുറ്റി കിട്ടാനില്ല എന്ത് ചെയ്യുമെന്ന്. പക്ഷേ ഈ ഒരു തടസ്സം മാറണമെങ്കിൽ മുക്കുറ്റി തന്നെ വേണം. കാരണം മുക്കുറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വശ്യമുണ്ട്, ഔഷധവീര്യമുള്ളൊരു സസ്യം കൂടെയാണ്. പെട്ടെന്ന് നമുക്ക് അതായത് ആലോചനകൾ വരുന്നുണ്ട്. ഈ ആലോചനകൾ വന്നിട്ട് നടക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലായിട്ട് പറയുന്നത്. അതായത് ഇഷ്ടംപോലെ ആലോചനകളൊക്കെ വഴിപാട് ചെയ്തതിൻ്റെ പേരിൽ വന്നിരുന്നുണ്ട്. പക്ഷെ ഒന്നും ഉറയ്ക്കുന്നില്ല. ഈ ഉറച്ച് കിട്ടാൻ വേണ്ടി 108 മുക്കുറ്റി കൊണ്ട് ഗണപതി ഭഗവാന് 3 ആഴ്ച അർച്ചന ചെയ്യുക. ഇപ്പോൾ മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. മുക്കുറ്റി ധാരാളം ഉണ്ട്. പറമ്പിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. 108 കിട്ടിയില്ലെങ്കിൽ 21 54 മുക്കുറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മുക്കുറ്റി ഇല്ലാത്തവർ സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്
വയസ്സനുസരിച്ച് നാരങ്ങാമാല ഗണപതി ഭഗവാന് സമർപ്പിക്കുക. അതായിരിക്കും ഒരു പരിഹാരമായിട്ടുള്ളത്. പക്ഷേ അതിലും ഞാൻ പറഞ്ഞത് തീരെ കിട്ടിയില്ലെങ്കിൽ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് വിവാഹം നടക്കുന്ന വ്യക്തിക്ക് ആ വയസ്സനുസരിച്ച് ഗണപതി ഭഗവാന് മാലയിടാം. ഈ മുക്കുറ്റി വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഗണപതിക്ക് ഈ അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അതായത് വിവാഹാലോചനകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഉറച്ച് കിട്ടുന്നില്ല. ആ ഉറച്ച് കിട്ടാൻ വേണ്ടിയുള്ള തടസ്സം മാറാൻ വേണ്ടിയാണ് ഈ മുക്കുറ്റി കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറഞ്ഞത്. ഇത് തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് നമ്മൾ അടുത്ത് നിന്ന് ആ ഒരു പ്രസാദം മേടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുക. ഏകദേശം നമ്മൾ മാട്രിമോണിയിലോ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഉറച്ച് കിട്ടും. അതായത് നിലവിൽ വന്ന ആലോചനകളിൽ ഒരെണ്ണം നമുക്ക് ഉറച്ച് കിട്ടും. ആ ഒരു തടസ്സം നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം വിശ്വാസപൂർവ്വം തന്നെ ചെയ്യുക. എന്നിട്ടും വിവാഹപരമായി ഒന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ഒന്ന് വാട്സപ്പിൽ അയച്ചു തരിക, നോക്കി പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.